ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബോണ്ടയാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഇതാ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റാൻ തുടങ്ങാം കേട്ടോ. അതിനായിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഉള്ളിയുടെ മിക്സിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്നുകൂടെ ഇളക്കി മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ബോണ്ടയുടെ ഉള്ളിൽ വെക്കുന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസാല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള കണക്ക്. അങ്ങനെ ഇതാ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മൾ മസാലയിൽ മുളക് ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചേ കേട്ടോ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം കായപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ലൂസാവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. അങ്ങനെ കൈ വിടാതെ കട്ടകളില്ലാതെ ഇളക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഏകദേശം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കൈകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. എന്നിട്ട് ഇതാ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുത്തത് ചൂടാവാത്ത എണ്ണയിലേക്കായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കേണ്ട ആവേശത്തിൽ ഞാൻ ചൂടായിട്ടുണ്ടായിരുന്നില്ല എണ്ണ. അങ്ങനെ അത് ആവുന്നവരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റാണ്. മസാലയൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.